അവരുടെ വീപ്പ് അങ്ങോട്ടൊന്ന് വയ്ക്കണം. ഞാൻ ചെയ്യാറുണ്ട്. അവരുടെ ഗേറ്റ് തുറന്ന് അവരുടെ വീപ്പ് എടുത്ത് വച്ചിട്ട് എന്റെ വീപ്പ് വയ്ക്കാറുള്ളൂ. അപ്പോൾ അവര് ഞാനില്ലെങ്കിൽ എന്റെ വീപ്പ് എടുത്ത് അവര്, ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. എന്റെ 2 അയൽവാസിയുമായിട്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ക്രിസ്മസിന് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഗിഫ്റ്റ് വരെ മേടിച്ചു. ഞങ്ങൾ ഇടയ്ക്ക് അവർ വല്ലതും വെച്ചും കൊടുക്കാറുണ്ട്. അവരെ കർത്താവിന് വേണ്ടി ഞങ്ങൾക്കൊന്ന് നേടണം, ഒന്ന് സുവിശേഷം പറയണം. നിങ്ങൾക്കൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി. പ്ലീസ് കണ്ടിന്യൂ. What life issues are important to your friendship? Friends, നിങ്ങളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ എന്താണ് അവരുടെ ജീവിതത്തിലെ ഇഷ്യൂസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ അമ്മ കഴിഞ്ഞ ആഴ്ചയിൽ മരിച്ചുപോയി. നിങ്ങളുടെ അമ്മ മരിച്ചുപോയല്ലേ? എൻ്റെ അമ്മയും മരിച്ചുപോയി. 10-15 വർഷമായതേ ഉള്ളൂ. ഇതൊക്കെ സാധാരണ ഉള്ള സംഭവങ്ങളാണ് സഹോദര. ഇതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഭാരപ്പെടേണ്ട. പുള്ളിക്ക് കൈ വയ്യായിരുന്നെങ്കിൽ തുണിയെങ്കിലും ചുറ്റിട്ട് ഒരടി. അതെ, നിങ്ങൾ അവരോട് സിൻസിയർലി ഫീൽ ചെയ്യുക. എൻ്റെ സുഹൃത്തെ, എനിക്കറിയാം നിങ്ങൾ അനുഭവിക്കുന്ന വേദന. കാരണം എൻ്റെ മമ്മി 15 വർഷം മുന്നേ മരിച്ചു പോയപ്പോൾ എനിക്കത്, അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പറയരുത് മരിച്ചുപോയത്, പുള്ളിക്കൊരു ഫീലിംഗ് ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ അമ്മ മരിച്ചു പോയപ്പോൾ എനിക്ക് ഫീലിംഗ് ഉണ്ടായെന്ന് നിങ്ങൾ പറഞ്ഞു. ഇല്ലാത്ത ഫീലിംഗ് ഒന്നും അവിടെ വരുത്തരുത്. എങ്കിൽ നിങ്ങളുടെ വലിയമ്മ മരിച്ച കാര്യം പറഞ്ഞാൽ മതി. അമ്മ ജീവനോടിരിപ്പുണ്ടെങ്കിൽ ജീവനോടിരിക്കുന്ന അമ്മയെപ്പോലും നിങ്ങൾക്ക് ഒരു കുഴിച്ചിടരുത്. ഈ കർത്താവ് ഒരുത്തനോട് പറഞ്ഞു, ഇടാൻ മോനെ നീ എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു എൻ്റെ കർത്താവ് ഒരു അനുവാദം തരണം, എനിക്ക് എൻ്റെ അപ്പനെ അമ്മയും ഒന്ന് ജീവനോടിരിക്കുക, അവരെന്നെ കുഴിച്ചിട്ടിട്ട് വേണം എനിക്കൊന്ന് വരാൻ. ഇത് കർത്താവിന് ആവശ്യമല്ല. അവരുമായിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാകണം, അവരുടെ ഇഷ്യൂസ് നിങ്ങൾ മനസ്സിലായി എന്താണ് അവരിൽ അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. പ്ലീസ് കണ്ടിന്യൂ. ഓക്കെ. ഇൻ വാട്ട് വേസ് ഡു യു എൻഗേജ് ഓർ കണക്ട് വിത്ത് യുവർ ഫ്രണ്ട്സ്? വളരെ പ്രധാനം. ഒന്നുകൂടി ഞാൻ പറയാം. നിങ്ങളും അവരും തമ്മിൽ എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബന്ധപ്പെടാം. ഉദാഹരണത്തിന്, നിങ്ങളോടൊപ്പം അവർ എന്ത് ചെയ്യുന്നു? NHS-ൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഏരിയയിൽ താമസിക്കുന്നു. നിങ്ങൾക്ക് അവരുമായി എങ്ങനെ കണക്ട് ചെയ്യാം? ചെറുപ്പക്കാർ, നിങ്ങളും അവരും തമ്മിൽ എന്ത് ചെയ്യും? ഒരുമിച്ച് കളിക്കാൻ പോവാം, പാർക്കിൽ പോയി ഒരുമിച്ച് നടക്കാൻ പോവാം, അല്ലെങ്കിൽ ഒന്ന് ക്രിക്കറ്റ് കളിക്കാം, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കാം. ഈ ഫുട്ബോൾ കളിക്കുന്നത് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടം ഉണ്ടായിരുന്നിട്ടല്ല. എന്തിനാ? ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം. എന്തിനാ ഫ്രണ്ട്ഷിപ്പ്? എവനോട് വിശേഷം പറയണം. നമ്മൾ ഒരു എക്സ്ട്രാ മൈൽ നടക്കേണ്ടി വരും യവനെ നമുക്ക് നേടാൻ വേണ്ടി. നിങ്ങൾക്ക് അവരുമായി എങ്ങനെ എൻഗേജ് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും എന്ന കോമൺ കാര്യങ്ങൾ നോക്കണം. ചിലപ്പോൾ ഒരു ഫുഡിന് വരികയായിരിക്കാം, ചിലപ്പോൾ ഒരു ടൂർ പോകുന്നതായിരിക്കും. നിങ്ങൾ ടൂറിന് പോകാൻ ഇഷ്ടമില്ല, പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് ആ ടൂറിന് പോകുന്നുണ്ട്. ഈ യാത്രയിൽ ഞാൻ അവരോടൊപ്പം പോയാൽ എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം, എനിക്ക് എന്ത് പറ്റാം? സുവിശേഷം പറയാൻ പറ്റും. എങ്ങനെ നിങ്ങൾക്ക് അവരുമായി എൻഗേജ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ കണ്ടെത്തണം. ഇപ്പൊ നോട്ടിങ്ങാമിൽ 4 ഫാമിലി പുതുതായിട്ട് വരുന്നതിനും ഒരു വിഷയം പറഞ്ഞാണ്. ഇവർ 4 പേര് വരാൻ കാരണം, ഒരാൾ വന്നപ്പോൾ ഇവർ 4 പേര് ആഴ്ചയിൽ 3 ദിവസം ഒരുമിച്ച് ഷട്ടിൽ കോക്ക് കളിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഒരുത്തൻ വരുന്ന കേട്ടപ്പോൾ മറ്റാളിന് ആഗ്രഹം, മറ്റാൾ വന്ന കേട്ടപ്പോൾ മറ്റാളിന് ആഗ്രഹം. അപ്പോൾ ഇവർ 4 പേര് ഒരുമിച്ച് കളിക്കുന്നവരായിട്ട് 4 പേര് ഒരുമിച്ച് ഇങ്ങ് പോകണം. ഇനി ഞാൻ ചിന്തിച്ച്, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മറ്റുള്ള കുറേ ആൾക്കാരെ കൂടെ ഷട്ടിൽ കോക്ക് കളിക്കാൻ വിളിച്ചിട്ട് ഞാനും പോയി ഒന്ന് കളിച്ച്. എനിക്ക് കളിക്കാൻ ഇഷ്ടമില്ല, പക്ഷേ എനിക്കും അവരുമായിട്ട് എന്തുണ്ടാകണം? ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകണം. എങ്ങനെയാണ് എനിക്ക് അവരെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കാം, നാളെ ഞാനൊരു പബ്ബിൽ പോകുന്നു, നീ ഇവിടെ വരാമോ? എൻ്റെ പബ്ബി സുഹൃത്തെ, എനിക്ക് നീ കുടിക്കുന്നത് ഓക്കെയാണ്, പക്ഷെ നിനക്കും നല്ലതല്ല, എനിക്കും അത് നല്ലത്. പക്ഷെ നാളെ നമുക്ക് ഒരുമിച്ച് എവിടെ പോവാം? ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ വേണമെങ്കിൽ ഞാൻ കൂടെ വരാം. അവിടെയും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഫ്രണ്ട്ഷിപ്പിനെ ബ്രേക്ക് ചെയ്യുന്നില്ല, ഞാൻ മാർക്ക് ചെയ്യുന്നു. എനിക്ക് ഇന്നതേ ചെയ്യാൻ പറ്റുള്ളൂ, ഇന്നത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ലിമിറ്റ് ചെയ്യുന്നു. പക്ഷെ ഒരിക്കലും നിങ്ങൾ നീ പോയി കള്ളും കുടിച്ച് ചാവ, എനിക്ക് നീയുമായിട്ട് മേല, നീയുമായിട്ട് എനിക്ക് ഇനി ഒരു ബന്ധവും ഇല്ല. നീയുമായിട്ട് ഞാൻ ഇത്രയും ദിവസം സുഹൃത്തായതേ പറയരുത്. എനിക്കറിയാം നീ അത് കുടിക്കുന്നു, നിന്റെ ഹാബിറ്റാണ്, പക്ഷെ എനിക്കത് ഇഷ്ടമല്ല, ഞാൻ കുടിക്കാറില്ല. കാരണം ആരോഗ്യത്തിനത്
നന്നല്ല. ആ വാക്ക് ഒരുപക്ഷെ അവൻ ചിന്തിക്കടാ, എന്റെ സുഹൃത്തായി ഇവൻ കുടിക്കുന്നില്ല, അവൻ പറഞ്ഞത് നന്നല്ല, അപ്പൊ അവനിൽ എന്തോ നല്ല കാര്യങ്ങൾ ഉണ്ട്. ഒരിക്കലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും അവൻ എന്ത് ചെയ്യണം, കർത്താവിന് വേണ്ടി നേടണം. ഇനി ഏറ്റവും പ്രധാനം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ്. ഇത് വളരെ പ്രധാനമാണ്. നിങ്ങൾ എങ്ങനെയാണ് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഈ ഒരിക്കൽ ഒരു മനുഷ്യൻ, നമ്മുടെ ഒരു മലയാളി ഗൾഫിൽ ഉണ്ടായിരുന്നു. അത് സ്റ്റോറിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, റിയാലിറ്റി ആണെന്ന് എനിക്ക് അറിഞ്ഞത്. ഞാൻ കേട്ടത് നിങ്ങളോടൊന്ന് പറയുക. അപ്പോൾ പുള്ളിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല. പുള്ളിയുടെ വൈഫ് മാസത്തിലൊരിക്കലും ഒരു കത്ത് നാട്ടിൽ നിന്ന് അയക്കും. അപ്പോൾ ആരെങ്കിലും കൊണ്ട് പുള്ളി വായിപ്പിക്കും. അപ്പോൾ പുള്ളിക്ക് ഒരു കത്ത് വന്നു. ഒരു വ്യക്തി രാവിലെ ഇടപെടാ എനിക്കൊരു കത്ത് വന്നതാണ്, വൈകുന്നേരത്ത് വന്നത്, ഒന്ന് വായിച്ച് കേൾപ്പിച്ചത്. അപ്പോൾ യവൻ അന്ന് ജോലിയിലുള്ള കംപ്ലീറ്റ് ടെൻഷനിലും പ്രയാസത്തിലും അവൻ്റെ ഭാര്യയുമായിട്ടൊന്ന് ഫോൺ വിളിച്ച് വഴക്കും കൂടി വളരെ ടെൻഷനിലിരിക്കുക. അപ്പോൾ പുള്ളിയുടെ എന്തുകൊണ്ടെന്ന് പറയുമോ, ഈ കത്തൊന്നും പുള്ളി കത്ത് വായിക്കാം. പ്രിയ ചേട്ടൻ അറിയുന്നതിന്, ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു, അവിടെ നിങ്ങൾക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞവൻ അയച്ചെന്ന പൈസ കിട്ടി, പക്ഷെ അതൊന്നിനും തികഞ്ഞില്ല. കൊച്ചിന് പാല് മേടിച്ചു, ഇത്ര രൂപ അതിന് കൊടുത്തു. കൊച്ചിന് ട്യൂഷൻ ഫീസ് ഇത്ര കൊടുത്തു. ഇവിടെ ഞങ്ങൾ പട്ടിണിയിലും പ്രയാസത്തിലുമാണ്. ഇങ്ങനെ പൈസ അയച്ചാലൊന്നും ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ല. പുള്ളി വളരെ ഗൗരവത്തോടെ ഈ കത്ത് വായിച്ചു എന്ന് സ്വന്തം ഭാര്യ. പുള്ളി കത്തെടുത്തിട്ട്, ഇവക്കൊക്കെ പൈസ അയക്കുന്ന സമയത്ത് ഞാൻ ഭിക്ഷക്കാരന് പൈസ കൊടുത്തെങ്കിൽ നന്നായിരുന്നു. പുള്ളി റൂമിൽ പോയി, ദൈവമേ, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഇത്രയും സ്നേഹമില്ലല്ലോ, ഞാൻ ഇത്രയും അധ്വാനിച്ച് പൈസ അയച്ചിട്ടും അവള് പറയുന്നതാണോ, എന്ത് കോപത്തിൽ അവൾ കത്തെഴുതിയിരിക്കുന്നത്. പുള്ളിക്ക് രാത്രി ഉറക്കം വന്നില്ല. രാവിലെ എണീറ്റ് പുള്ളിക്കൊരു അസ്വസ്ഥത. അടുത്ത റൂമിൽ ഒരുത്തൻ വെച്ച്, എടാ ഈ കത്ത് എനിക്കൊന്നും അയച്ചു കേൾപ്പിച്ചോടാ. പുള്ളി രാവിലെ എണീറ്റ്, എൻ്റെ പ്രിയ ചേട്ടൻ അറിയുന്നതിൽ ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിരിക്കുന്നു. അയച്ചു തന്ന പൈസ കിട്ടി, അതിൽ 350 രൂപ പാലിന് കൊടുത്തു, 1100 രൂപ പ്രൊവിഷൻ കടയിലും കൊടുത്തു. ഇതൊന്നിനും തികയുന്നില്ല, എങ്കിലും ഞങ്ങളെല്ലാം ക്ഷമമായിരിക്കുന്നു. സ്വന്തം ഭാര്യ. പുള്ളി, അങ്ങനെ നീ വഴിക്ക് വാ. എന്താ ഇവിടുത്തെ ഈ രണ്ട് കത്തൊന്നും തന്നെ എന്താ പ്രശ്നം? വൈകുന്നേരം വായിച്ചപ്പോൾ ഭയങ്കര ഗൗരവം, രാവിലെ മറ്റൊരാൾ വായിച്ചപ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര കത്ത് രണ്ടും. പക്ഷേ വായിച്ച രണ്ട് വ്യക്തികൾ രണ്ട്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ വളരെ പ്രധാനമാണ്. നിങ്ങൾ ഒരാളിനോട് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, എങ്ങനെ നിങ്ങൾ ചിരിക്കുന്നു, എങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നു, എങ്ങനത്തെ വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നു, നിങ്ങളുടെ നോട്ടം എങ്ങനെയാണ്, നിങ്ങൾ എന്തിനെയൊക്കെ നോക്കുന്നു. നിങ്ങളൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ ആകാശം നോക്കിയാണ് സംസാരിക്കുന്നത്. ചിലരുണ്ട് ഈ പുൾപിറ്റിൽ കയറുന്ന പ്രസംഗിച്ചാൽ ഇവരെ എങ്ങോട്ട് നോക്കി പറയത്തുള്ളൂ. ഇനി മറ്റു ചിലരുണ്ട് വ്യക്തികളോട് സംസാരിച്ചാൽ അവിടെ നോക്കിയിട്ട് പറയത്തുള്ളൂ. ഇനി നിങ്ങൾ സംസാരിച്ചാൽ അവരെന്ത് ചെയ്യത്തില്ല. ഞാനാണ് പറയുന്നത്, ബ്രദർ എന്നെ ഒന്ന് നോക്ക്, ഹലോ എന്നെ ഒന്ന്, നീ വേറെ ഇവിടെ നോക്കിയിരുന്നോണ്ടാ ഞാൻ പറഞ്ഞു, നീ എന്നെ ഒന്ന്. ഞാനും പുള്ളിയെ നോക്കും, പുള്ളിയും എന്നെ നോക്കും. കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. ഞാൻ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് വീണ്ടും നിങ്ങളോട് അല്പം പറയാം, പക്ഷേ ലെറ്റ് us proceed. ഓക്കെ, 2 റോൾ പ്ലേ ചെയ്യുക. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നമ്മുടെ പ്രിയ സഹോദരങ്ങൾ ഇന്നലെ ഇവിടെ ഒന്ന് റോൾ പ്ലേ ചെയ്തതുപോലെ നിങ്ങൾ വീട്ടിൽ 2 പേരിരുന്ന് സുവിശേഷം ഒന്ന് പറഞ്ഞു നോക്കണം. ഇതൊരിക്കലും നിങ്ങൾ ആർഗ്യൂ ചെയ്യാനല്ല. ഒരാള് അക്രൈസ്തവനും ഒരാള് വിശ്വാസി, ഒരാൾ അവിശ്വാസി, എന്നിട്ട് നിങ്ങൾ ഇത് പറയണം. അപ്പോൾ എന്തൊക്കെ ചോദ്യം വരാം. അപ്പത്തിരിക്കുന്നയാൾ ഒരു റിയൽ ടിപ്പിക്കൽ അവിശ്വാസിയായിട്ട് തന്നെ നിങ്ങൾ റോൾ പ്ലേ ചെയ്തിട്ട് എന്നിട്ട് എന്തൊക്കെ മിസ്റ്റേക്ക് വരുന്നു എന്ന് നിങ്ങൾ പരസ്പരം നോട്ട് ചെയ്തിട്ട് കഴിയുമെങ്കിൽ നമ്മുടെ ഫോണിലൊക്കെ എന്തുണ്ട്, റെക്കോർഡിംഗ് ഉണ്ട്, എന്നിട്ട് ഇട്ട് കേൾക്കുക. ഇത് ഞാൻ സുവിശേഷം കേൾക്കാത്ത ഒരു വ്യക്തിയോട് പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നുന്നു. റോൾ പ്ലേ ചെയ്യുക. ഒരു വ്യക്തിയോട് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് സംസാരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോ വേണം,
എത്ര സമയമാണ് നിങ്ങൾക്ക് ഉള്ളത്? ബ്രദർ 5 മിനിറ്റ് കൊണ്ട് ഞാനിപ്പോൾ നിർത്താം. ഇപ്പൊ 5 മിനിറ്റ് അല്ല, 25 മിനിറ്റ് ആയിട്ട് പരിപാടി. നിങ്ങൾ പഞ്ച്വലായിരിക്കണം. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ്. പണ്ടൊരു അപ്പച്ചൻ അല്ല ഒരു ഉദ്ദേശി ആശുപത്രിയിൽ പോയി രോഗിയായി അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ആകരുത്. അമ്മച്ചിക്ക് ഇങ്ങനെ രോഗിയായി കിടക്കുക. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ ആശുപത്രിയിൽ പ്രാർത്ഥിച്ചു. അമേരിക്കയിലുള്ള മോന് വേണ്ടി പ്രാർത്ഥിച്ചു, ഇംഗ്ലണ്ടിലുള്ള മോന് വേണ്ടി പ്രാർത്ഥിച്ചു, ഓസ്ട്രേലിയയിലുള്ള മോന് വേണ്ടി പ്രാർത്ഥിച്ചു, ജർമ്മനിയിലുള്ള മോന് വേണ്ടി പ്രാർത്ഥിച്ചു, എല്ലാം പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞപ്പോ അമ്മച്ചി റെഡിയായി കിടക്കണം. അപ്പോ അപ്സെറ്റ് ആയിട്ട് മോനോട് ചോദിച്ചു, എന്റെ മോനെ എപ്പോഴായിരുന്നില്ല എന്റെ പാസ്റ്റർ ഇംഗ്ലണ്ടിൽ നിന്ന് ഓസ്ട്രേലിയക്ക് പോണ വഴിയിൽ അമ്മ മോനു വേണ്ടി പ്രാർത്ഥിച്ചു, ഓസ്ട്രേലിയ മോനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ യാത്രയിൽ അമ്മ പോയി. നിങ്ങൾ എപ്പോഴും സമയവും സന്ദർഭവും അറിയണം. ഒരാള് ബസ് സ്റ്റാൻഡിൽ വെച്ച് നിങ്ങൾ കണ്ടുകിട്ടി, എത്ര സമയമുണ്ട്? എന്റെ ബസ് 10 മിനിറ്റിൽ വരും. നിങ്ങൾ 8 മിനിറ്റ് കൊണ്ട്, അല്ലാതെ അവിടെ നിന്ന് പറഞ്ഞോണ്ട് നിൽക്കരുത് പുള്ളിക്കാരന്റെ ബസ് പോകും, നിങ്ങളുടെ അടുത്ത് എക്സ്ക്യൂസ് മീ പറഞ്ഞ് പോകാനും അവർക്ക് മടി. ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ സുവിശേഷം പറഞ്ഞ് ആൾക്കാരെ അങ്ങോട്ട് മടിപ്പിക്കരുത്. അവർക്ക് കൊടുക്കുന്ന ഒരു ടേസ്റ്റ്, ഇനി ഇത് കേൾക്കണേ, അവർ സാരമല്ല കുഞ്ഞ് ഈ പറഞ്ഞു, ഈ ബസ് പോയാൽ എനിക്ക് അടുത്തൊരു ബസ് ഉണ്ട്, അരമണിക്കൂർ അവര് പറയുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം? തുടരണം. അല്ലെങ്കിൽ നിങ്ങൾ സമയം പാലിക്കണം. അവർ പറയട്ടെ ഇവർ പഞ്ച്വലാണ്. നിങ്ങൾ ആരായി തീരണം? പ്ലീസ്. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്ന് നമ്മൾ അടുത്ത് പഠിക്കാം. നമുക്ക് ചെറിയൊരു ബ്രേക്ക് ചെയ്യാം, 10 മിനിറ്റ്സ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഒരു സെക്ഷൻ ഉണ്ട്, 3ാമത്തെ സെക്ഷനാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കാനുണ്ട്. ആകെ നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് ചെയ്യാം, ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച്. വെൽക്കം ബാക്ക്. യെസ്, നമുക്കൊരുമിച്ച് ചില കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്? ഓക്കെ, ഒന്ന്, what are some things we can do that contradict or confuse your message? നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ പറയുന്നതുമായിട്ട് എന്ത് കാണത്തില്ല, കണക്ഷൻ, പരസ്പര ചിലര് പറയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരിക്കലും നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ തന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ മെസ്സേജിനെ കൺഫ്യൂസ് ചെയ്യുന്നതും കോൺട്രഡിക്റ്റ് ചെയ്യുന്നതുമായ വിഷയങ്ങൾ? ഉദാഹരണം, മെസ്സേജുമായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ. Denominational differences. Yes. Trinity is a theological issue. Yeah, of course, that's an issue. Our lives, our behavior, how we behave. നമ്മുടെ ബിഹേവിയർ, ഒരു വ്യക്തിയോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു. നമ്മൾ കോപിക്കരുതെന്ന് പറയുന്നു, നമ്മൾ കോപിക്കുന്നു. നമ്മൾ മോശമായ വാക്ക് ഉപയോഗിക്കരുത് പറയുന്നു, നമ്മൾ തന്നെ ഉപയോഗിക്കുന്നു. കോൺട്രഡിക്ഷൻ. ഇനി ചിലത് കൺഫ്യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ടെസ്റ്റിമണി ഷെയർ ചെയ്യുന്ന ഭാഗം വരുമ്പോൾ ഞാൻ കുറച്ച് വ്യക്തമായി പറയാം. Interpretations to an extent, yes. അതൊരു ഇഷ്യൂ ആണ്. സുവിശേഷം പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒന്ന് പറഞ്ഞു വരും, അവര് ചിലപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞ് വീണ്ടും ഡീവിയേറ്റ് ചെയ്യും. നമ്മളതിനെ തിരിച്ചു കൊണ്ടുവരണം. ചിലപ്പോൾ നമ്മൾ അവരോടൊപ്പം ഒന്ന് പോകും. ഓക്കെ, കൺഫ്യൂസ് ആയി പോകും വിഷയത്തിൽ. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന കുറേ വൊക്കാബുലറീസ് ഉണ്ട്. ഉദാഹരണം, പെന്തക്കോസ്തുകാരിലെ ക്രിസ്ത്യൻ ജാർഗൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് പറയാമോ? 1-2. വിശ്വാസികൾ, അതൊരു നമ്മുടെ ടേമാണ്. വിശ്വാസികൾ, ഞങ്ങൾ വിശ്വാസികൾ. എന്തോ വിശ്വാസികൾ? പക്ഷെ നമുക്കറിയാം നമ്മൾ എന്താണ് മീൻ ചെയ്യുന്നത്. കേൾവിക്കാരൻ എന്തെന്ന് പിടികിട്ടത്തില്ല.
അതുപോലെയുള്ള വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വാക്കുകൾ. രക്ഷിക്കപ്പെടുക. കേട്ടാ, ഞാൻ അതിനിപ്പോ ഒരിടത്തും അപകടത്തിലൊന്നും പെട്ടിട്ടില്ല. ഇനി എവിടെ നിന്നാണ് ഇനി രക്ഷിക്കപ്പെടേണ്ടത്? കുഞ്ഞാടിന്റെ രക്തം. നിങ്ങൾ പറയാ, കുഞ്ഞാടിന്റെ രക്തത്താൽ ഞാൻ വീണ്ടും ജനനം. ഏത് കുഞ്ഞാടിന്റെ രക്തമാണ് ഇവര് വീണ്ടും ജനനം? എന്താ ഇത്? ഇവര് ഒരിക്കൽ ജനിച്ച് വീണ്ടും. അന്നത്തെ ചിന്താഗതിക്കാരന്, നല്ല ചിന്തകനായ യോഹന്നാൻ 3 നമ്മൾ വായിക്കുന്ന നിക്കോദിമോസിന് പോലും ഇതെന്ത് ചെയ്തില്ല, മനസ്സിലായില്ല. ഞാൻ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞാടിന്റെ രക്തം, വീണ്ടും ജനനം, യേശുവിന്റെ രക്തത്താൽ. ദൈവമേ, എന്റെ പ്രിയ സഹോദരി, ഞാൻ യേശുവിന്റെ രക്തത്താൽ പാപക്ഷമ പ്രാപിച്ചു. ഇവർക്കിതൊന്നും ബന്ധനം. ഇത് എവിടെയാ? ഇതൊരു ബന്ധനം, പോരാട്ടം, കെട്ട്, ശാപം. നിങ്ങൾ സംസാരിക്കുമ്പോൾ ആൾക്കാരോട് റിയൽ എവരിഡേ ലാംഗ്വേജ് ഉപയോഗിക്കണം. മാനസാന്തരം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ മനസ്സിനൊരു രൂപാന്തരം ആവശ്യം. ആ വാക്ക് ഉപയോഗിക്കുക. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ആവശ്യമേ ഇല്ല. യേശു ക്രിസ്തു തന്റെ രക്തം നമ്മുടെ പാപത്തിനു വേണ്ടി ചിന്തി. ഇത് നിങ്ങൾ വ്യക്തമായ ആൾക്കാരോട് പറയണം. അല്ലാതെ നമ്മുടെ ഈ പെന്റിക്കോസ്റ്റൽ ഭാഷ പറഞ്ഞാൽ ആൾക്കാർക്ക് എന്ത് ചെയ്യത്തില്ല, അവർക്കൊന്നും മനസ്സിലായി. എസ്പെഷ്യലി നോൺ ക്രിസ്ത്യൻ. ചിലപ്പോ എനിക്കറിയത്തില്ല, യാക്കോബൈറ്റ്സോ അല്ലെങ്കിൽ ഈ കത്തോലിക്കക്കാർക്ക് ഇത് വല്ലതും പിടികിട്ടുമോ? ചിലപ്പോൾ പിടികിട്ടുമായിരിക്കാം. പക്ഷെ മെജോറിറ്റി ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. അവിടെ ഇരുന്ന് നിങ്ങൾ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യരുത്. അവർ ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ട് അവരുടെ മനസ്സ് ചിന്തിക്കണം, എന്തായി പറയുന്നത് രക്തം. പക്ഷെ നിങ്ങളോട് ചോദിക്കാൻ അവർക്കൊരു മടി. ഇത് ഏത് രക്തമായി ഉദ്ദേശിക്കുന്നത്? ഏത് കുഞ്ഞാടായത്? മാനസാന്തരം. അതൊരു ബന്ധനമാണ്. എന്തോ ഈ ബന്ധനം ആർക്കൊക്കെ മനസ്സിലാവും? ഇല്ല. ഇത് നിങ്ങൾ വളരെ പൊരുൾ തെളിയിച്ച് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇതുകൊണ്ടൊരു പ്രയോജനം ഇല്ല. ഓക്കെ, കണ്ടിന്യൂ. ഉറങ്ങിപ്പോയോ? നീ ഉറങ്ങിയോളൂ. ഓക്കെ, യോഹന്നാൻ 16-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ സമയം എന്താ അവിടെ കാണുന്നത്?